ഗായ്സ്, കഴിഞ്ഞ ദിവസമാണ് ഞാൻ ചെരുപ്പ് ഇതാ ഇവിടെ കൊണ്ടുവന്നു. ഇതിന്റെ ഇപ്പുറത്ത് വൈകുന്നേരമാണെങ്കിൽ നമ്മളിതാ നെരിപ്പോടെന്ന് പറഞ്ഞാൽ നമ്മൾ സന്ധ്യയ്ക്ക് മറ്റേ വിളക്ക് എത്തിക്കുന്നതിന് മുമ്പേ ആയിട്ട് ചരുവത്തിലെന്ന് പുകയിടുമല്ലോ. ആ പുകയിടുന്നതിന് വേണ്ടിയുള്ള പാത്രമാണ് ആ സംഭവം. അതിനകത്ത് വിറവൂടെ വെച്ചിരുന്ന വിറവും വെച്ച് തുണ്ടും വെച്ച് ഇങ്ങനെ കത്തിച്ച് വെച്ചിരുന്ന അമ്മ. എന്നിട്ട് ഇത് കത്തി തീർന്നതിന് ശേഷം ഇതിനെ എടുത്ത് ചെരുപ്പിലോട്ട് ഇട്ട് കൊടുത്ത് ഇതാ കണ്ടില്ലേ, ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇതാ കണ്ടോ, ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് വരും. ഇതിന് വെളിയിൽ ഇടാനും കൊള്ളില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ 300 രൂപ ബഡ്ജറ്റ് ഉണ്ട്. അതിനുള്ള ഒരു ചെരുപ്പ് വാങ്ങിക്കണം. ഇവിടുന്ന് നേരെ നെടുമങ്ങാട് പോകാൻ വേണം. സോ അതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെക്കകത്ത് സിബി ഇതാ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് അമ്മ അതാ വെള്ളം ഊറ്റി അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അരിയും പൊക്കി പിടിച്ചുകൊണ്ട് മെല്ലിക്കൊണ്ട് വെച്ചിട്ട് നേരെ സിബിയും കൂട്ടിക്കൊണ്ട് നേരെ നെടുമങ്ങാട് പോയി ചെരുപ്പ് വാങ്ങണം. അതാണ് ഇന്നത്തെ നമ്മളെ ടോട്ടലായിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അങ്ങോട്ട് പോകാൻ പറയും എന്തൊക്കെ സംഭവിക്കും അറിഞ്ഞോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. കമോൺ ഗായ്സ്. അപ്പോൾ അത് അരി പൊടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ മടങ്ങി. ഇനി കവറൂടെ കയറ്റി കൊടുക്കാം. ഇവിടെ അതാ എടുത്ത് ഓക്കെ ഗായ്സ്. അപ്പോൾ അൾട്ടിമേറ്റ് ഓഫ് ദി സ്റ്റോറി എന്ന് പറയാൻ നമ്മൾ നെടുമങ്ങാട് എത്തിയിരിക്കുകയാണ്. നെടുമങ്ങാട് ചെരുപ്പ് വാങ്ങാനായിട്ട്, അത് 300 രൂപ ചെരുപ്പ് വാങ്ങാനായിട്ട് എൻ്റെ കൂടെ സിബി കൂട്ടിന് വന്നിരിക്കുകയാണ്. കൂട്ട് വരുമോ? അന്ന് പോയ കടയിലല്ലേ? അല്ലടാ, ഇന്ന് നമ്മള് പുതിയൊരു ഷോപ്പിൽ പോകാന്നാണ് വിചാരിക്കണം. നമ്മൾ എന്ന് കയറുന്ന ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് ഒരു വെറൈറ്റി പിടിച്ചാറ്. അത് മതി അല്ലേ? അത് മതി. നിങ്ങൾക്ക് എങ്ങനെ പോകണ്ടേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല കട്ട വെയിലടിക്കുന്നുണ്ട്. മുകളിൽ ഇതാ കണ്ട ആകാശം നല്ല ചൂട് പിടിച്ച് കിടക്കും. ഇത് വന്ന് ഉച്ചയ്ക്ക് അടിക്കുമ്പോൾ നല്ല സുഖവും. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് ഷോപ്പിന്റെ അടുത്തെത്തറ. ഇതില് പബ്ലിക്കായിട്ട് വ്ളോഗ് ചെയ്തുകൊണ്ട് പോകുന്നത് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. കുറെ നാളായി പബ്ലിക്കായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് നോക്കാം. ഇവിടെ ഒരു ഷോപ്പ് പുതുതായിട്ട് തുടങ്ങി. നമ്മൾ അതിലോട്ടാണ് പോകുന്നത്. ആ ഷോപ്പിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഏതോ ഒരു പുതിയ ഷോപ്പ് പുതുതായിട്ട് തുടങ്ങി നമ്മൾ കണ്ടെത്തിരിക്കുകയാണ് ഗൈസ്. ആ സൈഡിൽ ഇരിക്കുന്നത് അതാണ് ഷോപ്പ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ കയറി പോകാനായിട്ട് പോകണം. അപ്പൊ എനിക്ക് വേണ്ടത് ക്രോക്സ് പോലത്തെ ഒരു ചെരുപ്പാണ് ആവശ്യം. അപ്പൊ അത് നോക്കിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം. കണ്ടിട്ട് നല്ല കളക്ഷൻ ഉണ്ട് പുതിയ ഷോപ്പിന്റെ പേരെന്തോടെ? ലുലു ഫാക്ടറി. ഓക്കെ ഡൺ. ഇതൊക്കെയാണ് നമ്മൾ പിടിച്ചോളാം. ഏതെടുക്കണം? ഇതിന്റെ ഒരു സെലക്ഷൻ പറ. ബ്ലാക്ക് കൊള്ളാം. ഇത് നമ്മളെ ഈ ഗ്രേ കളർ വെള്ളം നനയ്ക്കാല്ലേ? ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഇതും വെറൈറ്റി ആണ്. ഈ വൈറ്റും ബ്ലാക്കും ഉള്ളത് സ്റ്റാൻഡേർഡ് ആണ്. ഇതും വെറൈറ്റി വേണ്ട, അത്രയും വെറൈറ്റി വേണ്ട. ഈ വെറൈറ്റി ആണോ പറഞ്ഞത്? ആർമി ഗ്രേനല്ലേ? അതിനോട് 8 എടുത്താൽ കഴിഞ്ഞതിന് 8 എണ്ണം തോന്നാം കേട്ടോ. നമുക്ക് ഇറച്ചി നിൽക്കാമല്ലോ. കൊള്ളാം. മീഡിയയിൽ കൊള്ളാം. അല്ല നോക്കുമ്പോൾ കൊള്ളാം. നിങ്ങൾ ഇണങ്ങിയാണ്. അതേ കൊള്ളാം. ഗ്രീനേ കൊള്ളാം. ഇറച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ മുമ്പിട്ടിരുന്നത്. ഇതാണ് ഞാൻ മുമ്പിട്ടിരുന്നത്. ഞാനെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് എടാ ഇത് കുറച്ച് വലുതാണ്ടോ. നീട്ടിട്ട് ഇണങ്ങിയല്ല. ഫംഗ്ഷൻ ഇട്ടുണ്ടോ ഒരു ഫ്രീക്ക് ലെവലുമാണ്, എന്നാൽ നോർമലും മനസ്സിലായി. ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി പച്ച ഇട്ടുകൊണ്ട് നടക്കണം. കൊള്ളാം, സംഭവം ഡീസന്റ് ആണ്. ഇവന്റെ സെലക്ഷൻ ആണ്, സിബിയുടെ സെലക്ഷൻ ആണ്. ഫംഗ്ഷൻ ഇടാം, സാധാരണ നോർമൽ ആയിട്ട് കമ്പനി. അയ്യോ, എന്ത് കമ്പനി ആവട്ടെ. എടുക്കാൻ വേണ്ടി എടാ എത്ര റേറ്റ് വരുന്നത് 350. 350 അറിയാം. ഇല്ല 350 ഓഫർ റേറ്റ്. ഇല്ലെങ്കിൽ 599. അപ്പോൾ പിന്നെ 300 എടുക്കാൻ പറ്റും. അപ്പോൾ ആഗ്രഹിച്ചെടുത്തിന് കുഴപ്പമില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചെരുപ്പ് പർച്ചേസിങ് നമ്മൾ സക്സസ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ കാണിച്ചാണ്ടാ. ഫൈനലി നമ്മൾ ആ പച്ച തന്നെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ മതി. ഇനി നാട്ടുകാരെ കാണിക്കുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് പ്ലാൻ? യൂണിവേഴ്സിറ്റിക്ക് പോകും. ഓ ബില്ലല്ലടാ. ഓക്കെ, ബില്ല് തന്നിട്ട് 350 ഗായ്സ്. ഓക്കെ കേട്ടോ. അപ്പോഴേ നമ്മൾ ഇനി നേരെ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുള്ള ഐഡിയയിൽ ഇരിക്കുന്നത്. എങ്ങോട്ട് പോകണോ? സിറ്റി പോകണോ? സിറ്റി പോകാന്നാണ് ഞാൻ പറയണത്. അപ്പം സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ട് നമ്മൾ തിരിച്ചു വരാം. കുറെ നാളായി സിറ്റിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട്. നെടുമങ്ങാട് വരുന്നു, പോകുന്നു, കറങ്ങുന്നു, പോകുന്നു. ഇതാണ് സ്ഥിരമുള്ള ദിനചര്യ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് വ്ളോഗെടുക്കാൻ വലിയ സംഭവമില്ലാത്തത്. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടിയുടെ സൗണ്ട് കൂടുതലാണ് അല്ലടോ. നല്ല സൗണ്ട് ഉണ്ട്, നോയ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാധനം വിട്ടുപോയി. സിറ്റി. അതുകൊണ്ട് കുറെ നാളിന് ശേഷം നേരെ സിറ്റിയിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. തുടക്കത്തിലെ നടരാജ വണ്ടി ആയതുകൊണ്ട് വണ്ടി എടുക്കാത്തത് കൊണ്ട് നടന്ന് തന്നെ പോകും. ഉടനെ തന്നെ ഞാൻ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നേരെ സ്റ്റാൻഡ് കയറിയിട്ട് പിന്നെ ട്രിവാൻഡ്രം ബസ്സിൽ കയറിയിട്ട് നേരെ സിറ്റിയിലോട്ട്. കുറെ നാളെ ഇങ്ങനെ സ്റ്റാൻഡ് എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഇത് ഇറങ്ങി ചാടി പോകും.
ഓക്കെ, ഈ സ്റ്റെപ്സ് ഇറങ്ങി ചാടണം. ഇവിടെ ലൈറ്റിംഗ് കുറവാണ്. അങ്ങനെ സ്റ്റാൻഡ് എത്തി guys. പെട്ടെന്ന് തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയാണ്. പക്ഷേ ചില സാങ്കേതിക കാര്യങ്ങൾ ഒന്നിന് പോകാൻ വേണ്ടി മുട്ടി. അപ്പൊ പിന്നെ അതിന് പോയിട്ട് നമുക്ക് നേരെ ബസ്സിൽ വന്നിരിക്കാന്ന് വിചാരിച്ചു. മൂത്രമൊഴിക്കുന്ന സ്ഥലങ്ങൾ തേടി സിബിയുടെ അലച്ചിൽ. ഞാനും അലയുന്നു കേട്ടോ. നമ്മൾ പോകേണ്ട ട്രിവാൻഡ്രം ബസ്സിൽ കവടിയാർ പോയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രിവാൻഡ്രം ബസ് തന്നെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ വരുമെന്നാണ് കേട്ടോ. ട്രിവാൻഡ്രം ബസ് ഇല്ല. മണി എത്രയാണ് ടൈം? സിബിയുടെ ഫോണിൽ 12 രൂപ. കുറച്ച് ടൈം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കറക്കാം അല്ലേ? ആളിനുള്ള ഒരു കറക്കോ കറങ്ങിയിട്ട് നമുക്ക് വരാം. കറങ്ങിയിട്ട് വരാം. ഗായ്സ്, അപ്പോഴാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം വരാൻ വേണ്ടി ഇവിടെ അമ്പലമുക്കില് നെടുമാടത്ത് ബസ് കയറി നേരെ അമ്പലമുക്കിൽ ഇറങ്ങി. ഇവിടെ ഒരു അമ്പലത്തിൽ അന്നദാനം ഉണ്ടെന്ന് ഒരു അമ്മൂമ്മയെ ചോദിച്ചോ, ഒരു അമ്മൂമ്മയുടെ ചോദിച്ചോ പറഞ്ഞു. ഞാനും സിബിയും കൂടെ അത് നോക്കി നടക്കുകയാണ്. കഴിച്ചിട്ട് വരാം ഗൈസ്. നീ ടാറ്റയെന്ന് പറയേണ്ട വ്ളോഗിങ് തുടങ്ങിയുള്ളൂ. അതിന് മുമ്പേ അവൻ ടാറ്റ പറഞ്ഞു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കിട്ടണമെങ്കിൽ ഇന്നത്തെ ഫുഡ് അവിടെ നിന്നായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി ഞാൻ പറയുന്നത് ഇന്നത്തെ സദ്യക്ക് അടപ്പായസമായിരിക്കും. അടപ്പായസം മാത്രം. കൂട്ടിലിട്ട കിളി പറന്നു പോണ അവസ്ഥയുണ്ട്. എങ്ങോട്ടോ ഇനി എങ്ങോട്ടാണെന്ന് അറിഞ്ഞു. അത് പറഞ്ഞൂടാ. കൊറേ റോഡ് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇനിയിപ്പോ കഴിച്ചിട്ട് ചോദിച്ചു പോവാം നമുക്ക്. എന്തായാലും നോക്കാം. നമ്മള് ഇറങ്ങിയതുകൊണ്ട് ആ ചേട്ടനോട് ചേട്ടനോട് ചോദിച്ചു അവിടെ ഇറങ്ങി അമ്പലം. അവിടെ ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഫ്രണ്ടിൽ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് അതാണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു അമ്മ പറഞ്ഞ ഒരു ഐഡിയ ഉള്ളൂ. പോയി മക്കളെ, നിങ്ങൾക്ക് അന്നദാനം കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതനുസരിച്ച് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കിടിലൊരു മരം കേട്ടോ. ഇത്രയും വെയിലുണ്ടെങ്കിൽ ഈ ഒരു മരം തണലുണ്ട് കേട്ടോ. ആ മരം എന്താടാ? പക്ഷെ അതിന്റെ ഇല ഇങ്ങനെ അല്ല ആലിന്റെ. ഇത് അരയാലാണോ? ഇല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. ഇല വേറൊരു ടൈപ്പ് അല്ലേ? അതാ താഴെ കണ്ടോ, ഇല വേറൊരു ടൈപ്പ് കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല കട്ട വെയിലിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയയില്ല. കാരണം വഴി ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിലെ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് വീണ്ടും ഒരു ഓട്ടോക്കാരൻ ചേട്ടനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് അല്ലേ? ഗൈസ്, അങ്ങനെ നടന്ന് നമ്മൾ കൃഷ്ണനും രാധേനെയും ഫ്രണ്ടിൽ എത്താറായി. കാണിച്ചു തരാം. അടിപൊളിയുണ്ട്. ഏത് ആ കാറാ? ഗൈസ്, അതുകൊണ്ട് ആ കാർ കിടക്കണതിന്റെ താഴെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താന്നാണ് പറയുന്നത്. ആക്ച്വലി അവിടെ തന്നെയാണോ അന്നദാനം? പോയി നോക്കിയാൽ മാത്രമേ അറിയാം. ഈ ഷോപ്പിൽ തന്നെ ചോദിച്ചത്. ഓ, ഇതില് ഇതാണ് ഗൈസ് ആ ഷോർട്ട് കട്ട്. വീണ്ടും ഒരു അമ്മൂമ്മ കടയെന്ന് പറഞ്ഞത് താഴോട്ട് പോകണം. അങ്ങനെ നമ്മള് താഴോട്ട് ഇങ്ങനെ നെടുന്നീളം നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഗൈസ്, കോപ്പിറൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് അല്ല ബീറോൾ ആയിട്ട് കാണിച്ചു. നീ ഒരു പറത്ത് പറഞ്ഞത് കത്തണ കോപ്പിറൈറ്റ് അടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നടന്നു പോകണം. കുറച്ച് കാണിച്ചു ഗൈസ്. അങ്ങ് ആ ഒരു നിഗൂഢതയിൽ നിഗൂഢതയിൽ അങ്ങ് ദൂരത്ത് കാണുന്നതാണ് അമ്പലം. അപ്പൊ അതാണ് അമ്പലം. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും നമ്മളൊരു ഇതിന് പോകാൻ നമുക്ക് ഒരു ഇൻഡ്യൂഷൻ പോലെ എനിക്ക് തോന്നി. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു. ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവനൊരു കളിയാക്കലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളത് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻഡ്യൂഷനും കുറെ കറക്റ്റ് ആവുന്നുണ്ട്. അന്നദാനം ഉണ്ടാന്ന് നല്ല ക്യൂ ആണ്. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, സിബിത ഫ്രണ്ട് നിൽപ്പുണ്ട്. ഞാൻ എന്താ അതിന്റെ പുറകിൽ നിൽപ്പുണ്ട്. വെയിലില്ലാത്ത ഭാഗ്യം. നമ്മളൊരു ടണലത്ത് ഇവിടെ മുകളിൽ മാവുണ്ട്. അതിന്റെ തണലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. ആക്ച്വലി ഇത് വേറെ ക്ഷേത്രമാണോ? അതുകൊണ്ട് ഭദ്രകാളി ദേവി അതെ അതിന്റെ കൂട്ടത്തിലുള്ള ക്ഷേത്രമാണോ? ഒരു ക്ഷേത്രമാണോ? ഓക്കെ, വേറെ നടയാണ് കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതിന്റെ ഇടയിൽ ബ്ലോഗിങ് നടക്കുന്നു. സിബിക്ക് ഫ്ലാറ്റ് കിട്ടി കഴിയും. എന്തൊരു സന്തോഷം. എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കുക, അതാണ് സംഭവം. ഗായ്സ്, അപ്പൊ സാമ്പാറ്, പുളിശ്ശേരി, ഇതെന്തോ നാരങ്ങ എന്തോ സംഭവം. നെല്ലിക്ക സിബിത നേരത്തെ തട്ടിക്കിട്ട് തുടങ്ങി. കണ്ടില്ലേ? പൊളിക്കാണ്. ഒരു പിടി കുഴച്ച് കുറച്ച് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് അല്ലേ? കൊള്ളാൻ കാര്യം ഫുള്ള് ഇവിടെ നിന്ന് ബ്ലോഗുള്ള സെറ്റപ്പ് ഇട്ട് എന്തായാലും ഞാൻ കഴിച്ചിട്ടായിരുന്നു. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാനും അവനോട് ഫുഡ് കഴിച്ചതാ ഇവിടെ വന്ന് ശാന്തമായിട്ടിരിക്കണം. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു കുളം ഉണ്ടേ, കാണിച്ചു തരാം. കണ്ടാ, ഒരു രക്ഷയില്ല ഗായ്സ്. അങ്ങ് വിദൂരതയിൽ നമുക്ക് നോക്കിയിരിക്കുന്നു. എന്ത് പറയാനാണ്, മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി കാമായിട്ടിരിക്കുന്നു. അടിപൊളിയാണ്. ഈവനിങ് ഒക്കെ നമുക്ക് അവിടെയൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും. അല്ലേടാ? നോക്കടാ, അതുകൊണ്ടാ കസേരല്ല അതിന്റെ പേരെന്തൊരു സോഫ പോലത്തെ സംഭവം. എന്താ ഇരിപ്പിടം. അതിന് പുറമെ ഇതാ മഴക്കോള് നല്ല കയറി വരുന്നുണ്ട്. എന്താ മഴ പെയ്യോ? ഇനി മഴ രാവിലെ ചൂടുണ്ട് എന്തൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോ ഇത്ര നേരം ഫുഡ് കിട്ടിയില്ലെന്നറിയാം. ഞാൻ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു
ഒരു ഡൗട്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞാൽ മാറൂല കൈ, കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും ഇല്ലടാ. പക്ഷേ പായസത്തിന്റെ കേസ് ഞാൻ ചീറ്റി. ഓ അതിലൊന്നും കാര്യമില്ല. പായസത്തിന്റെ അല്ല, പായസം കൂട്ടിയാണോ കൊണ്ടാണോ? അല്ല. സോ അത് നമുക്കൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടിയല്ല, അത് തന്നെയാണ് സന്തോഷം. ഇനി നമുക്ക് നേരെ നമ്മൾ പോവാൻ സിറ്റിയിലോട്ട് കറങ്ങാനായിട്ടാണ് നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ അമ്പലം കണ്ട് ഇറങ്ങി അല്ലേ. എല്ലാം ഒരു കോയിൻസിഡൻസ് ആണ്, എന്തോ മുമ്പേ എഴുതി കൂട്ടി വെച്ച പോലെ. അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് നേരെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ചെമ്പകം പൂത്തിക്കണമൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. വെള്ള ചെമ്പകം, ചുവപ്പ്, റോസ്, പുളി. എന്തായാലും നല്ലൊരു ഡേ, നല്ലൊരു ദിവസം അല്ലേടാ. പിന്നെ എന്താ അതെന്ത് നീ അങ്ങനെ ഓ ഇനി ഇവിടെ നടന്നോ. ഇതാണ് നമ്മളെ ഇതാണ് നമ്മുടെ വിദൂരതയിലുള്ള ആ ഷോർട്ട് കട്ട്. വിദൂര അല്ലടാ, വിദൂരയാക്കി കഴിഞ്ഞാ നീ അത് ശരിയാവൂല. നീ അല്ലേ വിദുര എന്ന് പറഞ്ഞ. ആക്ച്വലി വിദൂരത എന്തോന്ന് വിദൂരത. ആ അല്ല, വിധുപ്രതാപം ഒന്നുമല്ല, വിദൂരത. അത്ര വിദൂരത്തം കച്ചനം വേണ്ടടാ. എനിക്കിപ്പോ വിദൂരെന്ന് പറയാൻ പറ്റില്ല. അത് വിദൂരതയും മതി സ്റ്റോപ്പ്. വിദൂരത. സത്യം പറഞ്ഞ സിറ്റി ഫുള്ളാ കറങ്ങാന്ന് പറഞ്ഞാണ് വന്നത്. നോക്കിയപ്പോ ഫോണിൽ 10% ചാർജ്. അതുകൊണ്ട് മൊത്തത്തിൽ ബ്ലോഗ് എടുക്കണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു അടിയില്ല. ചാർജർ ഉണ്ടോ എൻ്റെ എരിവില്ല. നമ്മൾ കുറച്ച് നേരം പോയി മ്യൂസിയത്തിൽ പോയിരുന്ന് നേരെ വന്ന് ഇതായിപ്പോൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 10% ചാർജേ ഉള്ളൂ. അതിൽ ഇന്നത്തെ ഈ ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ എത്തിയാൽ മാത്രമേ ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി ഇവിടെ നേരെ ബസ് കയറി വീട്ടിൽ പോകാനാണ് പ്ലാൻ അല്ലേ. പിന്നെ ബസ് കടലെത്താൻ കടലേ കൊടല ഇനിയും ചോറയിടണോ അല്ലേ. മണി 3:58 ഓ 3 മണി 58 ആകാശവാണി തിരുവനന്തപുരം. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് 10% ചാർജുമായിട്ട്. എന്തായാലും നമുക്കിനി നേരെ വീട്ടിൽ പോരുക. ഗൈസ് അപ്പൊ ഇത് നെക്സ്റ്റ് ഡേ അല്ല, നെക്സ്റ്റ് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഔട്ട്രോ എടുക്കണത് ഗൈസ്. അപ്പൊ കണ്ടില്ലേ, ഞാൻ ആ വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഇതിന്റെ ഔട്ട്രോ പോർഷൻ എത്തിയിട്ടാണ് ഈ ഔട്ട്രോ എടുക്കണം. ഓക്കെ, അപ്പൊ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം വരുന്ന കാര്യം. അന്നത്തെ ഒരു ദിവസം നമുക്ക് നല്ല ഫുഡ് കിട്ടി. സോ അതിനെന്താണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്ദി. ഓക്കെ, പിന്നെന്താണ് ഫുഡ് മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡായിരുന്നു ഗൈസ്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള അന്നദാനങ്ങളിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അന്നദാനമായിരുന്നു. കുറച്ച് കറികൾ ഉണ്ടായിരുന്നെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫുഡായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കറങ്ങി സെറ്റ് ആയിട്ടൊക്കെയാണ് വീട്ടിൽ വന്ന അടിപൊളി ദിവസം ഗൈസ്. അപ്പൊ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിക്കുക, ബെല്ലൈക്കണിൽ കൂടെ ഒരു ബിൽ കൂടെ കൊടുക്കുക. പീസ്.